ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, ഇടുക്കി ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ്. കനത്ത മഴ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ടോ? രാവിലെ മുതൽ സുബിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേകിച്ച് മലയോര മേഖലയിലടക്കം വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്താണ് നിലവിലെ അവസ്ഥ? വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കനത്ത മഴയിൽ പ്രധാനമായും മലയോര മേഖലയിലാണ് ഈ നാശനഷ്ടങ്ങൾ കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഈ രണ്ടിടത്ത് നിലവിൽ റോഡ് ബ്ലോക്കാണ്. മൂന്നാറിലും അതോടൊപ്പം തന്നെ കുട്ടിക്കാനത്തും റോഡ് പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ 2 മരണമാണ് ഇടുക്കി ജില്ലയിൽ കനത്ത മഴയിൽ ഉണ്ടായിട്ടുള്ളത്. ഒന്ന് തൊടുപുഴയ്ക്കടുത്ത് കുടയത്തൂരിലും മറ്റൊന്ന് വാഗമണ്ണ് കോലാഹലമേടിലുമാണ്. തൊടുപുഴയിലെ കുടയത്തൂരിന് സമീപം ഉരുൾപൊട്ടൽ വീട്ടമ്മ മരിച്ചത്. 2 പേർ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഈ കോലാഹലമേട്ടിൽ വീടിന്റെ പിൻഭാഗത്തേക്ക് മണ്ണിടിഞ്ഞ് വീണാണ് ഗ്രഹനാഥൻ മരിച്ചത്. പ്രഭാകരൻ നായർ എന്ന വ്യക്തിയാണ് മരിച്ചത്. ഇവരുടെ മൃതദേഹങ്ങൾ നിലവിൽ ഇരു താലൂക്ക് ആശുപത്രികളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പലയിടങ്ങളിലും ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടിക്കാനത്താണ്. കുട്ടിക്കാനത്ത് നിലവിൽ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ രാവിലെ പുലർച്ചെ മുതൽ എത്തിയ വാഹനങ്ങളാണ് ഇവിടെയുള്ളത്. വാഹനങ്ങളും വാഹനയാത്രികരും ദീർഘദൂര യാത്രക്കാരും അതോടൊപ്പം തന്നെ ടാക്സി ഡ്രൈവർമാരും അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് റോഡിൽ കുടുങ്ങിയിരിക്കുന്നത്. ഈ താഴ്ഭാഗത്തേക്ക് കുട്ടിക്കാനം മുതൽ മുണ്ടക്കയം വരെയുള്ള ഭാഗത്ത് ഏകദേശം 4 ഇടങ്ങളിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാവിലെ മുതൽ ഈ മണ്ണ് നീക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഈ മണ്ണ് നീക്കുമ്പോൾ മറ്റു മണ്ണിടിഞ്ഞ് വീണ് റോഡ് ബ്ലോക്ക് ആവുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതാണ് ഉദ്യോഗസ്ഥരെയും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത്. നിലവിൽ ഏകദേശം 2 മണിക്കൂറോളം എടുത്താൽ നിലവിൽ ഈ ഒരു ബ്ലോക്ക് ഒഴിവാക്കി റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനാകുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ ഉള്ളത്. നിലവിൽ 2 JCBകൾ താഴ്ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ഈ നമ്മൾ നിൽക്കുന്നതിന് ഏകദേശം 2 കിലോമീറ്റർ അപ്പുറത്ത് മണ്ണിടിഞ്ഞ് പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിൽ ദേശീയപാതയിൽ അതായത് KK റോഡിൽ പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം തുടരുകയുമാണ്. പ്രധാനമായും ചെറു ഡാമുകളെല്ലാം തന്നെ തുറക്കേണ്ടതായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. പാമ്പള ഡാം, കല്ലാർകുട്ടി, മലങ്കര ജലാശയം അതോടൊപ്പം തന്നെ ഇരട്ടയാർ എന്നീ ഡാമുകൾ നിലവിൽ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ കടുത്ത ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളുമുണ്ട്. പ്രധാനമായും മൂന്നാർ മുതൽ വാളറ വരെയുള്ള പ്രദേശത്ത് ദേശീയപാതയുടെ പണി നടക്കുന്ന സ്ഥലത്ത് മണ്ണിടിയാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. ആ പ്രദേശങ്ങളിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ അവർ സുരക്ഷിതത്വം ഉറപ്പാക്കണം. ഈ അനാവശ്യ യാത്രകൾ, അതായത് മലയോര മേഖലയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശമാണ് എന്തായാലും ജില്ലാ ഭരണകൂടം ജില്ലാ ഭരണകൂടം അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതീവ ജാഗ്രതയിലുമാണ് ജില്ലാ ഭരണകൂടങ്ങൾ. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. സുബിൻ, അപ്പം അല്പസമയം മുമ്പ് നമ്മൾ കണ്ടതുപോലെ തന്നെ വലിയ നീണ്ട നിരയാണ് വാഹനങ്ങളുടെ. ദൂരസ്ഥലങ്ങളിലേക്ക് പോകേണ്ടവരടക്കം കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ഇടപെടലുകൾ, ശ്രമങ്ങൾ എത്രത്തോളം തുടരുകയുമാണ്? മണിക്കൂറുകൾ ഇനിയും അവർ അങ്ങനെ കാത്തു നിൽക്കേണ്ടി വരുമോ? ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. പല ഭാഗത്തായി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആദ്യം മണ്ണിടിഞ്ഞതിന്റെ സമീപത്ത് വീണ്ടും മണ്ണിടിയുന്ന സാഹചര്യമുണ്ട്. ഇടവിട്ട് പല സ്ഥലങ്ങളിലും മണ്ണിടിയുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ താഴ്ഭാഗം, അതായത് മുണ്ടക്കയം ഭാഗത്തുനിന്ന് മുകൾ ഭാഗത്ത് ഏകദേശം 3 മണ്ണ് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മണ്ണ് നീക്കി മുകളിലേക്ക് ഗതാഗതം പുനഃസ്ഥാപിച്ച് വരുന്നതിനിടെയാണ് ഈ കുട്ടിക്കാനത്തിന് താഴ്ഭാഗത്ത് വീണ്ടും മണ്ണിടിഞ്ഞത്. നിലവിൽ ഈ ഭാഗത്തുനിന്ന് കുട്ടിക്കാനത്ത് നിന്ന് 2 JCBകൾ താഴേക്ക് അയച്ചിട്ടുണ്ട്. ഈ മണ്ണ് നീക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗതാഗതം തുറന്നു നൽകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാനും ടാക്സി ഡ്രൈവർമാരുണ്ട്. ഇവരൊക്കെ പുറത്തേക്ക്, അതായത് ആലപ്പുഴയ്ക്കും തിരുവനന്തപുരത്തും ഒക്കെ പോകേണ്ട ആളുകളാണ്. വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഈ വാഹനത്തിൽ രാവിലെ മുതൽ തന്നെ ഇരിക്കുകയാണ്. ചേട്ടാ, രാവിലെ എപ്പോൾ എത്തിയതാണ്? ഞങ്ങളൊരു 7 മണിയോടുകൂടി ഇവിടെ എത്തിയതാണ്. അതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ ആലപ്പുഴയാണ് പോകേണ്ടത്. ആലപ്പുഴ പോയാൽ ഗസ്റ്റാണ്, നമ്മളെ വിദേശ ഗസ്റ്റ് വന്നതാണ്. അവർക്ക് ഇനി ഹൗസ് ബോട്ടാണ് കൊടുക്കേണ്ടത്. അതിപ്പോൾ ഇനിയിപ്പം നടക്കില്ല. അപ്പൊ അവരും ബുദ്ധിമുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്.
ഇവിടെ വന്നിട്ട് ഇപ്പൊ താഴേക്കൊക്കെ ഒത്തിരി മണ്ണിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഒരു ആശങ്കയുള്ള താഴേക്ക് പോകുമ്പോൾ ഇനിയിപ്പോ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ 2 ഇടത്തോ 3 ഇടത്തോ ഇടിഞ്ഞെന്ന് പറയുന്നു. അതിന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇനി അറിയാൻ പറ്റില്ല, നമുക്ക് വലിയ ബുദ്ധിമുട്ടിലാണ്. അത്തരത്തിലാണ് ഈ കിടക്കുന്ന KSRTC ബസ് രാവിലെ പുലർച്ചെ ഇവിടെ എത്തിയ KSRTC ബസ്സാണ്. അത് കൊടുങ്ങല്ലൂരിന് പോകേണ്ട ബസ്സാണ്, കുമളിയിൽ നിന്ന് കൊടുങ്ങല്ലൂരിന് പോകേണ്ട ബസ്സാണ്. അതിലും നിറയെ യാത്രക്കാരൊക്കെ ആ വാഹനത്തിലും ഇരിപ്പുണ്ട്. പുലർച്ചെ മുതൽ ഈ വാഹനത്തിൽ അവർ വെയിറ്റ് ചെയ്യുകയാണ് ഈ ഒരു റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായി. ഏകദേശം നിലവിൽ ഇപ്പോൾ ഈ വാഹനം എത്തി KSRTC അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 4 മണിക്കൂറിന് അടുത്തായി എന്നുള്ളതാണ്. അത്രത്തോളം സമയമായി ഈ റോഡിൽ ഗതാഗതം സംഭവിച്ചിരിക്കുന്നത്. പുനഃസ്ഥാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് യാത്രക്കാരടക്കം വലിയ ദുരിതത്തിലാണ്. മണിക്കൂറുകളോളമാണ് അവർ കാത്തു നിൽക്കുന്നത്. ഇനിയും മണിക്കൂറുകൾ വേണ്ടിവരും ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ എന്നാണ് അധികൃതർ തന്നെ പറയുന്നത്. അതേസമയം തന്നെ മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും ഇപ്പോൾ പത്തനംതിട്ട SP മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് ഫയർ സർവീസ് ഉദ്യോഗസ്ഥരും NDRF ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവരായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ റവന്യൂ ഉദ്യോഗസ്ഥരായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് അവിടെ വെള്ളം കയറുന്ന സ്ഥലങ്ങളിലുള്ള ആൾക്കാർ മാറ്റി പാർപ്പിക്കാനുള്ള സഹായങ്ങൾ പോലീസുകാരുടെ ഭാഗത്തിൽ നിന്ന് ചെയ്തു വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ റാണി ടൗൺ കംപ്ലീറ്റ്ലി വെള്ളം വന്നിട്ട് സബ്മർജായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്തുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ രാവിലെ തൊട്ട് പോലീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ മലയോര മേഖലയിലുള്ള ഡൈവേഴ്സൺസും നമ്മൾ മണ്ണാർക്കുളഞ്ചി തൊട്ട് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അതേപോലെ ഞാൻ കോട്ടയം SP ആയിട്ട് രാവിലെ സംസാരിച്ചിരുന്നത് നമ്മൾ പ്ലാശ്ശേരിയിലും നമ്മൾ മലയോര മേഖലയിൽ വരുന്ന വണ്ടികളുടെ ഡൈവേർഷൻ കാര്യങ്ങളും നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. ഓണറബിൾ ഹോം മിനിസ്റ്റർ അദ്ദേഹം രാവിലെ തന്നെ വിളിച്ചിരുന്നത് ഇവിടെ MLA ആയിട്ട് ചെയ്യേണ്ട സഹായം എല്ലാം നമുക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ എല്ലാവരും കോർഡിനേഷനായിട്ട് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA അദ്ദേഹത്തിൻ്റെ സൂപ്പർവിഷനിൽ ഞങ്ങൾ നല്ല രീതിയിൽ കോർഡിനേഷൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്. കളക്ടറായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്, രാവിലെ തന്നെ സംസാരിച്ച് റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട്. അതേപോലെ സാർ പറഞ്ഞ പോലെ ഇവിടെയുള്ള മറ്റേ പ്രൈവറ്റ് ബോട്ട്സ് അടക്കം ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങൾ അഡീഷണൽ ആയിട്ടുള്ള റിസോഴ്സ് മൊബിലൈസേഷൻ ചെയ്തു വരുന്നുണ്ട്. ഇതല്ലാതെ പോലീസുടെ നമ്മൾ സ്റ്റേഷനിലെ ഡിസാസ്റ്റർ എക്യുപ്മെൻറ്റ്സും മൊബിലൈസ് ചെയ്ത് ഉള്ള എല്ലാ കോർഡിനേറ്റ് ആക്ടിവിറ്റി ചെയ്തു വരുന്നുണ്ട്. താങ്ക് യു. പത്തനംതിട്ട SP മാധ്യമങ്ങളെ കാണുകയായിരുന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു, എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. മറ്റു വാർത്തയിലേക്ക് നമുക്ക് വളരെ വേഗം മടങ്ങിയെത്താം, ഇടവേള കഴിഞ്ഞ്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് ഏറ്റവും ഒടുവിലായി ലഭ്യമാവുകയാണ്. മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുന്നുണ്ട്. ഇപ്പോൾ ശാലിനി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. ശാലിനി, വരും മണിക്കൂറുകളിൽ അതിശക്തമായ കാറ്റ് ഒപ്പം മഴയും ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നത്? ഒപ്പം പല ജില്ലകളിലും ഈ മുന്നൊരുക്കങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പാളി എന്നതടക്കമുള്ള വിലയിരുത്തലുകളും വിമർശനങ്ങളും തന്നെയാണോ ഈ മണിക്കൂറുകളിൽ ഉയരുന്നത്? KP, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. സംസ്ഥാനത്ത് അതിശക്തമായ തീവ്രതയോടുകൂടിയ മഴ ഉണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ബുള്ളറ്റിനിൽ പറയുന്നത്. ഇന്ന് 8 ജില്ലകൾക്ക്, കഴിഞ്ഞ 3 മണിക്കൂറുകളായിരുന്നു റെഡ് അലേർട്ട് എങ്കിൽ ഇന്നേ ദിവസം 8 ജില്ലകൾക്ക് റെഡ് അലേർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ബുള്ളറ്റിനാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഈ മണിക്കൂറിൽ റെഡ് അലേർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾക്ക് ഈ മണിക്കൂറിൽ യെല്ലോ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല, കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ അതിശക്തമായ കാറ്റിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മത്സ്യബന്ധന തൊഴിലാളികൾ കൂടാതെ തന്നെ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ
ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. മത്സ്യബന്ധനത്തിന് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ വിലക്കും ഈ മണിക്കൂറിൽ തുടരുകയാണ്. കൂടാതെ തന്നെ അതിശക്തമായ കാറ്റും മണ്ണിടിച്ചിലും മലയിടിച്ചിലും ഒക്കെ ഈ മലയോര മേഖലകളിലും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം മേഖലകൾ, പ്രത്യേകിച്ച് ഇടുക്കി, വയനാട്, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഈ മണിക്കൂറിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ നിലവിൽ റെഡ് അലേർട്ട് മുന്നറിയിപ്പ് ഉള്ള ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശത്തോടൊപ്പം തന്നെ പ്രത്യേക സുരക്ഷയും പ്രത്യേകമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും ജില്ലാ ഭരണകൂടങ്ങളും നൽകി വരികയാണ്. അതേസമയം തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറിൽ, അതായത് ഇന്നലെ രാത്രി വൈകി ഉണ്ടായ അതിശക്തമായ മഴ, അത് മുന്നിൽ കാണാലോ അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിലോ കാര്യമായ രീതിയിൽ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടന്നില്ല എന്നുള്ള വിമർശനം ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ജില്ലാതല മുന്നൊരുക്കങ്ങൾ പാളി എന്നുള്ള വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. നമുക്കറിയാം, ഈ പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ, അതിൽ എറണാകുളത്ത്, കോട്ടയത്ത്, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ഇടുക്കി, ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ അതിശക്തമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ രേഖപ്പെടുത്തിയത്. അപ്പോൾ ആ മഴ മുന്നറിയിപ്പ് ഈ ജില്ലകൾക്ക് പ്രത്യേകമായി നൽകുന്നതിൽ, കൂടാതെ തന്നെ ആ മഴ മുന്നറിയിപ്പ് നൽകുന്നതിനോടൊപ്പം തന്നെ അതീവ സുരക്ഷ നൽകേണ്ട മേഖലകൾ, ജാഗ്രത നൽകേണ്ട മേഖലകളിൽ ജാഗ്രത നൽകിയില്ല എന്നുള്ളൊരു വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. ഈ മേഖലകളിൽ നിന്നടക്കം ഇപ്പോൾ ഉരുൾപൊട്ടലടക്കം ഉണ്ടായ മേഖലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതിലും വീഴ്ച സംഭവിച്ചതായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തൽ വരുന്നത്. പലയിടത്തും രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ വൈകി എന്ന വിമർശനവും ഈ ഘട്ടത്തിൽ നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ഈ ഘട്ടത്തിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അടിയന്തര സാഹചര്യം വിലയിരുത്തുന്നുള്ള ഓൺലൈൻ യോഗമാണ് ഈ മണിക്കൂറിൽ ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഓൺലൈനായി ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ മീനാക്ഷി അടക്കമുള്ളവർ ആരോഗ്യവകുപ്പിന്റെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതൊക്കെ സാഹചര്യമാണ്, നിലവിലെ ആശുപത്രിയുടെ പശ്ചാത്തലങ്ങൾ, കിടക്കകൾ അടക്കമുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഒരുക്കേണ്ടതായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് ഈ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഓൺലൈൻ യോഗം കൂടി ആരോഗ്യവകുപ്പ് ചേരുന്നത്. അതേസമയം തന്നെ നിലവിലെ സാഹചര്യം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും തദ്ദേശ സ്വയംഭരണ മന്ത്രി അടക്കം നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, ജാഗ്രത പാലിക്കണം എന്നുള്ള മുന്നറിയിപ്പാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കൊപ്പം സർക്കാർ നൽകുന്നത്. പ്രത്യേക കൺട്രോൾ റൂമുകളും ഈ ഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. KP ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, എങ്കിലും അതീവ ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് അധികൃതർ നൽകുന്നത്. ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കോട്ടയത്ത് നിന്നും മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, കോട്ടയത്തെ വ്യാപകമായ നാശനഷ്ടങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ പൂഞ്ഞാർ മേഖലയിലടക്കം നിലവിലെ സാഹചര്യം എന്താണ്? ഒപ്പം ഈ ഇരാറ്റുപേട്ട പയ്യോനത്തൂട്ടിൽ ഉരുൾപൊട്ടലിൽ വീട് തകർന്ന് മരിച്ചവരിൽ അമ്മയും മകനും ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്ത നേരത്തെയും പുറത്തു വന്നിരുന്നു. എന്താണ് നിലവിലെ സാഹചര്യം, മിഥുൻ? KP, കോട്ടയം ജില്ലയിൽ ഏറ്റവും നാശം വിതച്ച ദുരന്ത ഭൂമിയിലാണ് ഞാൻ നിൽക്കുന്നത്. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പയ്യനാത്തോട്ടത്തിൽ 2 പേരാണ് മരിച്ചത്. വീട് തകർന്ന് 2 പേർ ഉരുൾപൊട്ടലിൽ, ഇന്നലെ പുലർച്ചെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ, ശക്തമായ ഉരുൾപൊട്ടലിൽ വീട് ഒലിച്ചു പോവുകയും 2 മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. അമ്മയും മകനുമാണ് മരിച്ചത്. വീടിനുള്ളിൽ ഉണ്ടായിരുന്ന 2 പേരും ഈ വീട് നിലം പതിച്ച് മണ്ണിനടിയിലേക്ക് പോവുകയും തുടർന്ന് ദീർഘസമയം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് അമ്മയുടെയും മകന്റെയും, റജീനയുടെയും ജോസഫിന്റെയും 2 പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മലമുകൾ പ്രദേശമാണ്. ഈ പ്രദേശത്ത് കുന്ന് ഭാഗത്ത് നിന്നും മണ്ണ് ഇടിഞ്ഞ് ഉരുൾപൊട്ടലുണ്ടായി. ശക്തമായി പാറക്കൂട്ടങ്ങളോടുകൂടി മണ്ണ് താഴേക്ക് പതിക്കുകയായിരുന്നു. ഇവിടെ ഈ ഭാഗത്തായിരുന്നു വീട് ഉണ്ടായിരുന്നത്. ഈ ഭാഗത്ത് ഇപ്പോൾ ഇങ്ങനൊരു വീട് ഉണ്ടായിരുന്നോ എന്ന് സംശയം തോന്നുന്ന സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രദേശം മുഴുവൻ ഒലിച്ചു പോയിരിക്കുന്നു. മണ്ണ് ഒലിച്ചിറങ്ങി ആ വീടിന് മുകളിലേക്ക് പതിച്ചിരിക്കുകയാണ്. പാറക്കല്ലുകളാണ്, വലിയ പാറക്കല്ലുകൾ. ആ കോൺക്രീറ്റ് വീട് തകർത്ത് നിലംപരിശാക്കി മുന്നോട്ട് നീങ്ങി ആ വീടിന് മുകളിലേക്ക് മണ്ണ് തകർന്ന് വീണ് കിടക്കുന്ന സാഹചര്യം. സ്ഥിതിവിശേഷം ഈ ഭൂപ്രകൃതി തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ദീർഘസമയം പുലർച്ചെ 2 മണിക്കാണ് ഈ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത്. അതിനുശേഷം പുലർച്ചയോടുകൂടി തന്നെ ദുരിതാശ്വാസ സുരക്ഷാ പ്രവർത്തകർ ഇവിടേക്ക് എത്തി. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നുകൊണ്ട് ദീർഘസമയമെടുത്ത് തിരച്ചിൽ ആരംഭിച്ചു. തുടർന്ന് 7:30 മകൻ 18 വയസ്സുള്ള ജോസഫിന്റെ മൃതദേഹം ലഭിച്ചു. അതിനുശേഷം അല്പസമയം മുമ്പ്, അരമണിക്കൂർ മുമ്പ്, ജോസഫിന്റെ അമ്മ റജീനയുടെ മൃതദേഹം ഈ ഭാഗത്ത് നിന്ന് കണ്ടെടുക്കുകയായിരുന്നു. ഏറ്റവും ദുരന്തം ഉണ്ടായ പ്രദേശമാണ് കോട്ടയം ജില്ലയിൽ. ഒരു വീട് ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ ഭൂപ്രകൃതി ആകെ മാറിമറിഞ്ഞിരിക്കുന്നു. ചതുപ്പ് നിലം എന്ന് തോന്നുന്ന വിധത്തിലേക്ക് ഇവിടുത്തെ ഭൂപ്രകൃതി മാറിയിരിക്കുന്നു. ആ വീടിന്റെ മുകളിലേക്ക് കോൺക്രീറ്റ് പാളികൾ തകർന്ന് വീണതിന് ശേഷം വീടിന് മുകളിലേക്ക് മണ്ണുകൾ, പാറക്കല്ലുകൾ വന്ന് പതിക്കുന്ന ഒരു തീർത്തും ദുർഘടമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ ഭൂപ്രകൃതി ആകെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ കുന്ന് പ്രദേശമാണ്. വലിയ ശക്തമായ മഴവെള്ളപ്പാച്ചിലും ഒപ്പം പാറക്കെട്ടുകളും തകർന്ന് വീഴുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് വീട്
പൂർണ്ണമായും അപ്പാടെ തകർന്ന് നിലംപരിശാവുകയായിരുന്നു എന്നുള്ളതാണ്. വീടിന് സമീപത്ത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വീടിനോട് ചേർന്ന് തന്നെ മറ്റു ഭാഗങ്ങളിലും അനേകം വീടുകളുള്ളതാണ്. രാത്രിയോടുകൂടി തന്നെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് തന്നെ ആ വീട്ടിലുള്ള ആളുകളെല്ലാം തന്നെ പരിഭ്രാന്തരാകുകയും ഫയർഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിച്ച് അകപ്പാടെ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം സ്ഥിതിവിശേഷം തന്നെയായിരുന്നു ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ പ്രദേശത്തിന് ചുറ്റുപാടുമുള്ള മേഖലകളിൽ നിന്ന് ആളുകളോട് മാറി താമസിക്കാനും മാറി പോകാനുമൊക്കെയുള്ള നിർദ്ദേശം നൽകുകയും പരമാവധി ആളുകളെ ഇവിടുന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന വിവരം. 2 പേരാണ് ഈ വീട്ടിൽ ആ സമയം ഉണ്ടായിരുന്നത്. ഉരുൾപൊട്ടൽ സമയം 2 പേർ, അമ്മയും മകനും, റെജീനയും ഒപ്പം 18 വയസ്സുള്ള മകൻ ജോസഫും. ജോസഫിൻ്റെ കാല് അപകടത്തിൽ പറ്റി കാലിന് പ്ലാസ്റ്റർ ഇട്ട് കിടപ്പിലായിരുന്നു. ആ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 2 പേർക്കാണ് ദാരുണാന്ത്യം ഈ ഉരുൾപൊട്ടലിൽ സംഭവിച്ചിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ 4 ഇടങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ ഏറ്റവും ദുരന്തം വരുത്തി വച്ചിരിക്കുന്ന ഈ പയ്യനാത്തോട്ടം പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഏറ്റവും ഭീകരമായിട്ടുള്ള പ്രകൃതി താണ്ഡവമായ പ്രദേശം. അതോടൊപ്പം തന്നെ മുണ്ടക്കയം മേഖല, കുട്ടിക്കാൻ മേഖല, ഒപ്പം പാല, മൂന്നിലവ്, ഇങ്ങനെ 4 പ്രദേശത്താണ് കോട്ടയം ജില്ലയിൽ ഉരുൾപൊട്ടൽ സംഭവിച്ചിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിലെല്ലാം നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. തോടുകളും മണിമലയാറിൻ്റെയും മീനച്ചിലാറിൻ്റെയും എല്ലാം കരവഴികൾ ഈ പ്രദേശങ്ങളിലെല്ലാം കരകവിഞ്ഞൊഴുകുന്നു. വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ കഴിഞ്ഞുള്ള സമയത്തും ഇടവിട്ടുള്ള മഴ ഈ പ്രദേശങ്ങളിൽ ഉണ്ട്. ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷം നിർത്താതെ പെയ്യുന്ന മഴയാണ് ഈ പ്രദേശങ്ങളിലെല്ലാം കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലെല്ലാം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടലും സംഭവിച്ചതോടുകൂടി ഈ 4 മേഖലകളിൽ മുണ്ടക്കയം, കുട്ടിക്കാനം, മൂന്നിലവ്, പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ ഈ പ്രദേശം ഉൾപ്പെടെയുള്ള 4 മേഖലകളിൽ ഉരുൾപൊട്ടൽ കൂടി സംഭവിച്ചതോടുകൂടി സമീപ പ്രദേശങ്ങളിലാകെ വീടുകളിലടക്കം വെള്ളം കയറിയിരിക്കുന്നു. നദികളിലും തോടുകളിലും കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം. അങ്ങനെ എല്ലായിടങ്ങളിലും ഈ കിഴക്കൻ മേഖലകളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം ആയിരിക്കുന്നു. അതീവ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു എന്നുള്ള സ്ഥിതിവിശേഷം ആയിരിക്കുന്നു. കാലാവസ്ഥ ഇപ്പോഴും അനുകൂലമല്ല. കാലാവസ്ഥ ഈ കിഴക്കൻ മേഖലകളിലെല്ലാം നിർത്താതെ പെയ്യുന്ന മഴ ഈ മണിക്കൂറുകളിലും ഉണ്ട് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം. എന്തായാലും ഈ ഭാഗങ്ങളിലുള്ള കിഴക്കൻ മേഖലകളിലെ ജനങ്ങളോടെല്ലാം തന്നെ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള, ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളോടെല്ലാം പരമാവധി ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകളോട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കടക്കം മാറി പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ അല്ലെങ്കിൽ മാറാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. ഒപ്പം മീനച്ചിലാറിൻ്റെയും മണിമലയാറിൻ്റെയും എല്ലാം തീരങ്ങളിൽ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളോടും മാറി താമസിക്കാനും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുന്നതിനുള്ള നിർദ്ദേശങ്ങളും നൽകിയിരിക്കുകയാണ്. നിർത്താതെ പെയ്യുന്ന മഴ, ഇടവിട്ടുള്ള മഴ പുലർച്ചെ 7 മണിക്ക് ശേഷമുള്ള സമയത്തും ഉണ്ട് എന്നുള്ളതാണ്. കിഴക്കൻ മേഖലകളിലെ സ്ഥിതി അതീവ ഗൗരവതരമായിട്ട് ജാഗ്രത പുലർത്തേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്നുള്ള വസ്തുതയിലേക്ക് എത്തിയിരിക്കുന്നത്. 2 പേരുടെയും ഈ പ്രദേശത്ത് നിന്ന് 2 പേരുടെയും മൃതദേഹം ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നു. 2 പേരുടെയും അമ്മയുടെയും മകൻ്റെയും റജീനയുടെയും മകൻ ജോസഫിൻ്റെയും 18 വയസ്സുള്ള മകൻ്റെയും 2 പേരുടെയും മൃതദേഹം ഇവിടെ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. ദീർഘസമയം ഒരുപക്ഷെ അത്രത്തോളം ദുർഘടമായിരുന്നു രക്ഷാപ്രവർത്തനം എന്ന് തന്നെ പറയാം. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ചെളി പൂണ്ട് ഈ രക്ഷാപ്രവർത്തനം നടത്താൻ എത്തുന്ന ആളുകളുടെ കാൽപാദം മണ്ണിലേക്ക് പൂണ്ടു പോകുന്ന സാഹചര്യമായിരുന്നു. ശക്തമായി ഒലിച്ചിറങ്ങിയ ഉരുൾപൊട്ടലിൽ ഒലിച്ചിറങ്ങിയ മണ്ണാണ്. മണ്ണ് പൂർണ്ണമായും ചെളിയിൽ കാൽപാദങ്ങൾ താഴ്ന്നു പോവുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തിച്ച മണ്ണുമാന്തി യന്ത്രങ്ങളുടെ വീലുകളടക്കം മണ്ണിലേക്ക് പൂണ്ടു പോണ സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം തീർത്തും ദുർഘടമായിരുന്നു. ഏറെ സമയമെടുത്താണ്, തീവ്ര പരിശ്രമത്തിനൊടുവിലാണ് ഈ രക്ഷാപ്രവർത്തനം ഇവിടെ പൂർത്തീകരിക്കാനും ദീർഘസമയത്തിനൊടുവിൽ 2 മൃതദേഹങ്ങളും കണ്ടെടുക്കാനും സാധിച്ചത്. അതോടൊപ്പം ഈ കോൺക്രീറ്റ് വീടിന് മുകളിലേക്ക്, കോൺക്രീറ്റ് വീട് പൂർണ്ണമായും തകർന്ന് അതിന് മുകളിലേക്ക് പാറക്കല്ലുകളും ഒപ്പം ഈ ചെളിയും മണ്ണും അടിഞ്ഞുകൂടുന്ന ഒരു സ്ഥിതിവിശേഷവുമായിരുന്നു. അങ്ങനെ രക്ഷാപ്രവർത്തനം ഏറെ ദുർഘടമായിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ മണിക്കൂറുകൾ നീണ്ട ഒരു തിരച്ചിലിനൊടുവിലാണ് 2 പേരുടെയും മൃതദേഹം ഇവിടുന്ന് കണ്ടെടുത്തിരിക്കുന്നത്. ഈ വാഹനങ്ങളടക്കം, ഈ പ്രദേശത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളടക്കം തകർന്ന് ഈ പാറക്കല്ലുകളും മണ്ണും ഇടിഞ്ഞു വീണ് തകർന്ന നിലയിലായിരിക്കുന്ന ദൃശ്യങ്ങളടക്കം ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഈ പ്രദേശത്തുള്ള, സമീപ പ്രദേശത്തുള്ള ആളുകളോടെല്ലാം തന്നെ ഇവിടെ നിന്ന് ബന്ധുവീടുകളിലേക്ക് അല്ലെങ്കിൽ മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കടക്കം മാറി താമസിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകട സാധ്യതാ മേഖലയാണ്. വീണ്ടും ഉരുൾപൊട്ടൽ ഭീഷണി ഉൾപ്പെടെ നിലനിൽക്കുന്ന പ്രദേശമാണ്. കിഴക്കൻ മേഖലയിൽ പലയിടങ്ങളിലും ഉരുൾപൊട്ടൽ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്ന് 4 ഇടങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ അതിനോടനുബന്ധിച്ച് പലയിടങ്ങളിലും ഉരുൾപൊട്ടൽ ഭീഷണിയുണ്ട്. ഒപ്പം പാല, ഈരാറ്റുപേട്ട, മുണ്ടക്കയം, കുമളി റോഡ് തുടങ്ങി വിവിധ റോഡുകൾ കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലെ വിവിധ റോഡുകളടക്കം വെള്ളത്തിലായിട്ടുണ്ട്. പാലാ ടൗൺ പൂർണ്ണമായും വെള്ളത്തിലായി. ഈരാറ്റുപേട്ട ടൗണിനോട് ചേർന്നുള്ള വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. കുമളി മുണ്ടക്കയം റോഡ് വെള്ളത്തിലായി. മുണ്ടക്കയം കോസ്വേ പൂർണ്ണമായും മുങ്ങി. മണിമലയാർ കരകവിഞ്ഞ് ഒഴുകുകയാണ്. മീനച്ചിലാറിൻ്റെ വിവിധ കൈവഴികൾ കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ നദികൾ കരകവിഞ്ഞ് ഒഴുകുന്നു. വിവിധ ഇടങ്ങളിൽ റോഡുകൾ
പൂർണ്ണമായും വെള്ളത്തിലായി. ഗതാഗതം പൂർണ്ണമായും നിലച്ച അവസ്ഥ ഇപ്പോഴും തുടരുന്നുണ്ട്. പരമാവധി ഇടങ്ങളിൽ ഗതാഗതം പൂർണ്ണമായും നിലച്ച സാഹചര്യത്തിൽ നിന്നും ഗതാഗത സ്തംഭം ഒഴിവാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഈ മരങ്ങൾ കടപുഴകിയുമൊക്കെയുള്ള പ്രദേശങ്ങളിൽ ഫയർഫോഴ്സിൻ്റെയും മറ്റും നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തന ദൗത്യങ്ങളും ഈ മണിക്കൂറുകളിലും പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ ഈ പ്രദേശത്ത് ഈ അപകട ഭീഷണി, ഈ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് പരമാവധി ആളുകളോട് മാറിപ്പോകാനും ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ 6 എണ്ണം പുലർച്ചെ തന്നെ ഇന്ന് കോട്ടയം ജില്ലയിൽ തുറന്നിരുന്നു. ഏത് സമയത്തും ഈ സമീപ പ്രദേശത്തുള്ള സ്കൂളുകളും മറ്റ് ക്ലബ്ബുകളും അടക്കമുള്ള കെട്ടിടങ്ങൾ, ഒഴിഞ്ഞ സുരക്ഷിതമായ കെട്ടിടങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. അങ്ങനെ ഏത് സമയത്തും പരമാവധി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു. പരമാവധി ഇടങ്ങളിൽ നിന്ന് ആളുകളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് കോട്ടയം ജില്ലയിൽ ഈ മണിക്കൂറുകളിൽ പുരോഗമിക്കുന്നത്. കെ പി. യെസ്, കോട്ടയം ജില്ലയിൽ പലയിടങ്ങളിലും ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ്. 2 മരണമാണ് ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പലയിടങ്ങളിലും ഉരുൾപൊട്ടിയിട്ടുണ്ട്. പലയിടങ്ങളിലും റോഡുകളിൽ ഗതാഗത തടസ്സം രൂപപ്പെട്ടിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ഭീഷണിയാണ്. അപ്പം കനത്ത മഴ ഇനിയും ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പിനെ തുടർന്ന് വലിയ ജാഗ്രതയിലുമാണ് ജില്ലാ ഭരണകൂടം. മിഥുൻ മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്.